ഹായ് ഓൾ. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മളൊരു മാർക്കറ്റിൽ നമ്മൾ രണ്ട് ട്രേഡുകളാണ് എടുത്തത്. ഒന്ന് രാവിലെ തന്നെ ഒരു ട്രേഡ് എടുത്തു, അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരുന്നു. രണ്ടാമത്തെ ട്രേഡ് ഒരു SL എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് രണ്ട് ട്രേഡ് എടുത്തിൽ ഒരു പ്രോഫിറ്റും ഒരു SL ആയിരുന്നു. അതുകൊണ്ട് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ദിവസം കോസ്റ്റിൽ ഇറങ്ങിയത്. അപ്പോൾ നാളത്തെ ദിവസത്തെ ട്രേഡ് നമുക്ക് നോക്കാം. നാളത്തെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത് 24,950 ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ 25,000, 24,950, 25,000. ആ ഗ്യാപ്പിനിടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഏത് വശത്തേക്കാണ് ബ്രേക്ക് ആവുന്നത് ആ വശത്തേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. അല്ല, ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് 25,950 എത്തുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അല്ല, നല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 25,850 അപ്പ് സൈഡിലേക്ക് സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 25,000 ബൈ ചെയ്യും. 25,000 സമയത്ത് മുകളിലേക്ക് ട്രേഡ് എടുക്കാം. അത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 25,100 ഡൗൺ സൈഡിലേക്ക് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം ട്രേഡ് എടുക്കുക. കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ അതൊന്ന് കയറി മുകളിലേക്ക് ഒരു 25,150 വരെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അപ്പോൾ 25,150 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി കൺഫേം ആയിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാൻ സാധാരണ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചെങ്കിൽ, മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ കിട്ടിയാൽ അത് വാങ്ങിച്ചിട്ട് വെച്ചിട്ട് പ്ലെഡ്ജ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇൻട്രാഡേയിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചെങ്കിൽ മാർജിൻ ഇഷ്യൂ വരുന്നില്ല. കാരണം നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ 50% ക്യാഷ് ഈക്വലൻ്റ് ആയിട്ട് വേണ്ടുള്ളൂ. അതായത് 50% ക്യാഷും 50% കൊളാക്ടർ ചെയ്ത പൈസയായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഇൻട്രാഡേയിൽ ചെയ്യുമ്പോൾ വിഷയം വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊക്കെ പ്ലെഡ്ജ് ചെയ്തതിന് ശേഷം ആ പൈസയെ കൊണ്ടാണ് ഇൻട്രാഡേയിൽ ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എനിക്ക് കുഴപ്പമില്ലാതെ ട്രേഡ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് വെച്ച് ചോദിക്കുന്നുണ്ട്, അവർക്ക് പല തിരക്കുള്ള ആൾക്കാർക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണലായ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല തിരക്കുകളും ബിസി ഉണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ആ ജോലിയും നടക്കില്ല, ട്രേഡും നടക്കില്ല. അപ്പം ഇൻട്രാഡേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ഇറങ്ങുന്ന ആൾക്കാർ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് വീക്കിലി അല്ല മന്ത്ലി ഓപ്ഷൻസൊക്കെ സെല്ല് ചെയ്യാം. മന്ത്ലി ഓപ്ഷൻസൊക്കെ കുറച്ച് ദൂരത്തിൽ പ്ലെഡ്ജ് ചെയ്തതിന് ശേഷം മന്ത്ലി ഓപ്ഷൻസൊക്കെ കുറച്ച് ദൂരത്തിൽ സെല്ല് ചെയ്തിട്ടിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അതിൽ വേണ്ടി വരുള്ളൂ. അത്തരം ട്രേഡുകൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. അല്ലാതെ ഈ ഇൻട്രാഡേയിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര കോൺസെൻട്രേഷൻ നമുക്ക് അതിൽ വേണം. അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ പ്രോഫിറ്റിലേക്ക് എത്തുള്ളൂ. നമ്മൾ അത്രയും റിസ്ക്കും ഉണ്ട്. അപ്പോൾ അത്തരം ട്രേഡുകളൊക്കെ നോക്കാണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡുകൾ നോക്കാം. മാർക്കറ്റ് നല്ല പൊസിഷനിലേക്ക് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡ് നോക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മളെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചവരാണെങ്കിൽ അത് പ്ലെഡ്ജ് ചെയ്തതിന് ശേഷം പക്ഷേ പകുതി കൊളാട്രൽ മാർജിനായിട്ട് വേണ്ടുന്ന ക്യാഷ് ഈക്വലൻ്റായ ഇത് വേണ്ടി വരും. അപ്പോൾ നിഫ്റ്റി ലിക്വിഡ് ബീസോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പ്ലെഡ്ജ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് മന്ത്ലി ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കാവുന്നതാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ടൈം ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ശരി ഇൻട്രാഡേയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പൈസ പോകാനാണ് കൂടുതൽ സാധ്യത. പിന്നെ കുറച്ച് ആൾക്കാർ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മ്യൂച്വൽ ഫണ്ടുകൾ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് അത് എങ്ങനെ നോക്കാം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് നാളത്തേക്ക് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് പഠിക്കുകയും ചെയ്യാം. ഇപ്പോഴത്തെ കുറച്ച് നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് നോക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ റെഡിയാക്കുന്നുണ്ട്, ഇവിടെ തന്നെ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് ഞാൻ ഒന്നും കൂടി പറയാം. 24,950 ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ ലെവൽ വെച്ച് നോക്കുമ്പോൾ. അത് തൊട്ട് താഴെ 24,850, അതിന് താഴെ 24,780 ആ റേഞ്ചിലാണ് വരുന്നത്. 24,780, 800 ആ റേഞ്ചിൽ. അതിന് മുകളിലേക്കുള്ളത് 25,000, 25,085 ആ റേഞ്ചിലും. പിന്നെ അതിന് മുകളിൽ വരുന്നത് 25,150. 25,080 വെച്ച് 25,100 ആ റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. 25,100 മുതൽ 85 ആ ഒരു 15 റേഞ്ചിലാണ്. പിന്നെ താഴത്തേതായാലും അങ്ങനെ 24,863 പറഞ്ഞു കഴിഞ്ഞാൽ 60 വഴി 24,850 മുതൽ 65 വരെ ഒരു 15 റേഞ്ച്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ റേഞ്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് നാളെ ട്രേഡ് ചെയ്ത് നോക്ക്. അത്യാവശ്യം ആ ലെവലിലേക്ക് എത്തുമ്പോൾ നിഫ്റ്റി റിയാക്ട് ചെയ്യാൻ എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും ടെലിഗ്രാം ചാനലിനെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.